ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അത് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം ദൈവവചനാടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്താണ് സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ദൈവവുമായുള്ള ബന്ധത്തെയോ അനുഭവത്തെയോ മറ്റൊരാളുമായി പങ്കുവെക്കുന്നതിനെ സാക്ഷ്യം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവവചനപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് അവരുടെ സാക്ഷ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ ചിലർ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിക്കുന്നു, എങ്ങനെയാണ്, ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അവൻ അതിന് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അത് അവൻ്റെ സാക്ഷ്യമാണ്. അതുമാത്രമല്ല, ശൗൽ രാജാവിൻ്റെ മുമ്പിൽ ദാവീദ് മല്ലനായ ഗോല്യാത്തിനെ നേരിടുവാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 36-ഉം 37-ഉം വാക്യങ്ങളിൽ ശൗലിനോട് ദാവീദ് തൻ്റെ അനുഭവം പ്രസ്താവിക്കുന്നതായിട്ട് നാം കാണുന്നു. താൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നതായ സമയത്ത് എങ്ങനെയാണ് സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും ദൈവം യഹോവ അവനെ രക്ഷിച്ചത് എന്ന് അവൻ പ്രസ്താവിക്കുന്നതായിട്ട് കാണുന്നു. ദാവീദിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാവീദിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യം അത് നിങ്ങളുടേതാണ്. സാക്ഷ്യം. അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. രണ്ടാമത് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നാം നമ്മുടെ ജീവിത അനുഭവത്തെയും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച പ്രവർത്തന രീതികളെയും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, ചെയ്യുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് ഇടയായിത്തീരുന്നു. സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ യേശു കർത്താവ് ചെയ്ത പല കാര്യങ്ങൾ പ്രസ്താവിക്കപ്പെടുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആത്മീകമായ സത്യം മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ദൈവനാമ മഹത്വത്തിനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് നാം ആദ്യം കണ്ടതായ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യമനുസരിച്ച് ഇത് ശത്രുവിനെതിരെയുള്ളതായ ഒരു ആയുധമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും സാത്താനെ ജയിച്ചു എന്നതാണ്. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു ആയുധമായിട്ട് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് നമ്മുടേതാണ്. അത് പ്രസ്താവിക്കുന്നതിലൂടെ ദൈവനാമ മഹിമപ്പെടും. ഇത് ശത്രുവിനെതിരെയുള്ളതായ ഒരു ആയുധമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ കാലങ്ങളിൽ സഭകളിൽ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാനായിട്ട് സമയങ്ങൾ കൊടുത്തിരുന്നതായിട്ട് നാം കാണുന്നു. പിൽക്കാലത്ത് സഭയിൽ നിന്ന് സാക്ഷ്യങ്ങൾ അപ്രത്യക്ഷിതമാകുന്നു. എന്നാൽ ദൈവവചനപ്രകാരം നമ്മൾ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ദൈവവുമായിട്ട് നമുക്കുള്ള ബന്ധത്തിൽ ലഭിച്ച അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വലിയ ഉത്തേജകം നൽകുന്നതാണ്, വലിയ എൻകറേജ്മെൻറ്റ് നൽകുന്നതാണ് നിങ്ങളുടെ സാക്ഷ്യമെന്ന് തിരിച്ചറിയുക. ദൈവം നിങ്ങളെ സഹായിക്കും.